കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന കാണാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. ഇതേ കണക്കുണ്ടെങ്കിൽ സഫയുണ്ടെങ്കിൽ ലല്ലുവിൻ്റെ കൂടെ ഒളിച്ചോടി പോയി അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞുള്ള ഒരുപാട് ന്യൂസൊക്കെ വെളിയിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഇതേ കണക്കുണ്ടെങ്കിൽ സഫ തന്നെ പറയുന്നുണ്ട് താനുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്നപ്പോഴത്തേക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് രീതിയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് അവിടെ സംഭവിച്ചത്. അങ്ങനത്തെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഈ വീട്ടിൽ നിൽക്കാൻ തനിക്കുണ്ടെങ്കിൽ താല്പര്യമില്ലായിരുന്നു. അതുപോലെ തന്നെ ഇനി ആ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കുട്ടിയെ എടുത്തുകൊണ്ട് വേറൊരു വീട്ടിലേക്ക് മാറിയെന്നുള്ള രീതിയിലായിരുന്നു സഫ പറഞ്ഞിരുന്നത്. ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതേ കണക്ക് മെഗനും ഉണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. താനുണ്ടെങ്കിൽ ഒളിച്ചോടി അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ ഉള്ള ഒരുപാട് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. താനുണ്ടെങ്കിൽ ആരുടെ കൂടെ എങ്ങും പോയിട്ടൊന്നുമില്ല. താനുണ്ടെങ്കിൽ വേറൊരു വീടെടുത്തുണ്ടെങ്കിൽ സ്വസ്ഥമായിട്ടാണ് താമസിക്കുന്നത്. തൻ്റെ കുട്ടിയുടെ കാര്യം നോക്കി നല്ല രീതിയിൽ തന്നെ പോകുന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ ഈ ഇതിനെപ്പറ്റി പല രീതിയിലുള്ള പലരും പല കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. എന്തായിരുന്നാലും ശരി, ഇപ്പോൾ കുറച്ച് നാൾ മുമ്പുണ്ടെങ്കിൽ സഫ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. താനുണ്ടെങ്കിൽ ലല്ലുവിൻ്റെ കൂടെ അല്ല എന്നുള്ളത് തെളിയിക്കുന്ന രീതിയിൽ ഫ്ലാറ്റിലാണുള്ളത്. സോ അതിനെ കാണിക്കാൻ വേണ്ടി ഇത് കണക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മെഗൻ ഇത് കണക്ക് പറയുന്നുണ്ടായിരുന്നു, നീ ഫ്ലാറ്റിൽ വരുന്നതിന് മുമ്പ് എവിടെ ആയിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിലുള്ള പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓൺലൈൻ വഴി. അതല്ലാതെ നേരിട്ട് സംസാരിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം തീർക്കുന്നതായിട്ടൊന്നും കാണുന്നുമില്ല.